വയനാട് വാഗേരി മൂടക്കൊലിയിൽ വീണ്ടും കടുവ ആക്രമണം. ക്ഷീരകർഷകനായ പ്രജീഷിനെ കൊലപ്പെടുത്തിയ പ്രദേശത്തിനടുത്തുള്ള പന്നി ഫാമിലെ 20ഓളം പന്നികളെയാണ് കടുവ കൊന്നത്. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്നലെ രാത്രിയാണ് കരികുളത്ത് ശ്രീനേഷ്, സുഹൃത്ത് ശ്രീജിത്ത് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ കടുവയുടെ ആക്രമണമുണ്ടായത്. ഒരു പന്നിയെ കൂട്ടിൽ വെച്ച് കൊന്നു തിന്ന നിലയിലും 19 പന്നിക്കുഞ്ഞുങ്ങളുടെ ജഡം സമീപത്തെ തോട്ടത്തിലുമാണ് കണ്ടെത്തിയത്. രാവിലെ കൂട് കഴുകാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കൂടിൻ്റെ ഫ്രണ്ടിലാണ് പന്നീൻ്റെ തീറ്റയൊക്കെ വെച്ചിരിക്കുന്നത്. അത് ആന ചവിട്ടി നാശാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ. അത് കഴിഞ്ഞിട്ട് കൂട് കഴുകാമെന്ന് വിചാരിച്ച് കൂടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കൂടിനുള്ളിൽ ഒരു 35 പന്നികൾ കിടന്ന ഒരു കൂടായിരുന്നു. അതിലൊരു പന്നി ചത്ത് കിടക്കുന്നുണ്ട്. ബാക്കി പന്നിക്കുഞ്ഞുങ്ങളെല്ലാം ഒരു മൂലക്കോട്ട് പേടിച്ചിട്ട് കൂടിയിരിക്കുകയായിരുന്നു. വനപാലകരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. കടുവയെ പിടികൂടാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസങ്ങളിലും കാട്ടാനയും ഇവിടെ ഭീതി വിതച്ചിരുന്നു. പന്നിത്തീറ്റയ്ക്കായി കരുതി വെച്ച പ്ലാസ്റ്റിക് ബിന്നുകളും കാട്ടാന തകർത്തിരുന്നു. 2 ദിവസമായിട്ട് ആന വന്നിട്ട് ആക്രമിക്കുന്ന സംഭവമാണ്. ആന വന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്ന് കുറേ തീറ്റ ഇവിടെ തട്ടിമറിച്ച് ചവിട്ടി കൂട്ടി കളഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ ടിന്ന് കഴുകി ചെന്ന ടിന്നൊക്കെ എല്ലാം ഒരു 300-350 രൂപ വിലയുണ്ട് ഈ ടിന്നിന്. ഈ കോലത്തിലേക്കാക്കി. ഇനി ഇത് നേരെയാക്കാൻ കഴിയില്ല. അപ്പൊ എന്ന് പറഞ്ഞില്ല, അത് കഴിഞ്ഞുള്ള ഇന്നലെ രാത്രി കടുവ വന്ന് പന്നീനെ പിടിക്കുന്ന ആ രാത്രിയിൽ വന്ന് ചെയ്തതാണ് ആനത്. ക്യാമറകൾ സ്ഥാപിച്ച് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് ശേഷം കൂടുവെക്കാമെന്നാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 വയനാട്.